ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ പീരീഡ് ക്യാപിറ്റലൈസേഷൻ മോഡലാണ്. അതില് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു P0 ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് K റൈസ് ടു 1 പ്ലസ് P1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് K റൈസ് ടു 1. ഇതാണ് ഇക്വേഷൻ. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. എന്താണ് P0 എന്ന് പറഞ്ഞു? P0 പറഞ്ഞാല് കറന്റ് പ്രൈസ് ഓഫ് ദി ഷെയർ എന്ന് വെച്ചാൽ എന്താ, ഇപ്പോ ഷെയറിന് എത്രയാണ് പ്രൈസ് എന്നുള്ളതാണ് P0 എന്ന് പറയുന്നത്. D1 എന്ന് പറഞ്ഞാൽ എന്താ ഡിവിഡൻഡ് എന്നാണ്, ഒന്നാമത്തെ വർഷത്തിന്റെ ഡിവിഡൻഡ്. P1 എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ വർഷം ലാസ്റ്റ് എന്ത് കിട്ടും, മീൻസ് സെല്ലിംഗ് പ്രൈസ് ആയി എന്ത് കിട്ടും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പിന്നെ K എന്ന് പറഞ്ഞാല് റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നൊക്കെ പറയും. ഓക്കെ, ആ ഇക്വിറ്റി ഷെയറിലൂടെ എത്രയാണ് റിട്ടേൺ കിട്ടുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നൊക്കെ പറയും. ഡൗട്ട് ഇല്ലല്ലോ? ഇക്വേഷനിൽ വല്ല ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എഴുതിക്കോ. ക്വസ്റ്റ്യൻ എഴുതാം. സിമ്പിൾ ആണ്. ഇതൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019 2018 ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതാം. ക്വസ്റ്റ്യൻ എഴുതാം. An investor would like to get a dividend rupees 30 paise 30 paise 30 no 30 paisa no paisa from a share and want to sell it next year for rupees 60 60 after keeping it for 1 year. അപ്പൊ മനസ്സിലാക്കുക, ഒരു വർഷത്തേക്കാണ് ആ ഷെയർ എന്ത് ചെയ്യാൻ പോകുന്നത്, കീപ്പ് ചെയ്യാൻ പോകുന്നത്. മീൻസ് ഒരു വർഷം വരെയാണ് ആ ഷെയർ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് വിൽക്കും. ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. The required rate of return is 20%. The required rate of return is 20%. 20%. Full stop. What will be the present value of this share ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 2019 പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. ഒരാള് വായിക്കാം, ഞാൻ പറയുന്ന ആള് വായിക്കാം. ആര് വായിക്കും? ഷഹബാസ് വായിക്കട്ടെ. ഷഹബാസ് വായിക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം.
ഓക്കെ, ഒരു ഇൻവെസ്റ്റർ ശ്രദ്ധിക്കുക, ഒരു ഇൻവെസ്റ്റർ ഒരു ഇൻവെസ്റ്റർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോ. 30 പൈസ, 30 പൈസ എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഷെയറിന്മേൽ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്? ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഓക്കെ, എന്ന് വെച്ചാൽ ഒരു വർഷം, ശ്രദ്ധിക്കണം, ഒരു വർഷം കഴിയുമ്പോ, മീൻസ് ഒരു വർഷം വരെയാണ് ആ ഷെയർ എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്തു വെക്കുന്നത്. ആ ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഷെയറിനെ വിൽക്കുന്നുണ്ട്. എത്ര രൂപക്ക് വിൽക്കുന്നത്? 60 എന്ന് വെച്ചാൽ 60 രൂപക്കാണ് അദ്ദേഹം വിൽക്കാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, ഡിവിഡൻഡ് ആയിട്ട് ആ ഷെയറിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ട്? ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഇതാണ്, ശ്രദ്ധിക്കുക. ഇക്വേഷൻ എന്താണ്? P0 equal to D1 divided by 1 plus k raised to 1 plus P1 divided by 1 plus k raised to 1. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് ഓക്കെയാണ്. രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് വായിക്കാം, കുറച്ച് ഉറക്കത്തിൽ വായിക്കാം. The required rate of return is 20%. Okay, the required rate of return is 20%. എന്ന് വെച്ചാൽ 20% എന്താണ്? റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതിന് കിട്ടാൻ പോകുന്ന റേറ്റ് ആണ് അല്ലെ? ആ ഇക്വിറ്റി ഷെയറിന് കിട്ടാൻ പോകുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഓക്കെ, 20%. ഓക്കെ, നമ്മളോട് ചോദിച്ചത് പ്രസന്റ് വാല്യൂ ഓഫ് ഷെയർ എന്താണ്? ആ ഷെയറിന് ഇപ്പോ എത്രയാണ് വില എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഏതിൽ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആദ്യമായി പറയുന്നത് ഒരു ഇൻവെസ്റ്റർ ഒരു ഷെയർ വാങ്ങി. ശ്രദ്ധിക്കുക, ആ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇത്രയാണ്: ഒരു ഇൻവെസ്റ്റർ ഒരു ഷെയർ വാങ്ങി, അദ്ദേഹത്തിന് ഒരു വർഷം അതിൽ നിന്ന് ഡിവിഡൻഡ് ആയി കിട്ടുന്നത് 30 പൈസയാണ്. ഓക്കെ, അദ്ദേഹം ഒരു വർഷം മാത്രം ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ഷെയർ എന്ത് ചെയ്യാണ്? ആ വർഷം ലാസ്റ്റ് 60 രൂപക്ക് വിൽക്കാം. അതിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ 20%. അങ്ങനെയാണെങ്കിൽ ആ ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. D1 എന്ന് വെച്ചാൽ ഒന്നാമത്തെ വർഷം കിട്ടുന്ന ഡിവിഡൻഡ് എന്താണ്? 30 പൈസയാണ്. 30 പൈസയായതുകൊണ്ട് 0.30 എന്ന് എഴുതാം. ഡൗട്ട് ഉണ്ടോ? 30 പൈസയല്ലേ? 30 പൈസ എങ്ങനെ സൂചിപ്പിക്കുക? 0.30. 30 പൈസയല്ലേ? അല്ലേ? ഓക്കെ, പിന്നെ P1 എന്ന് വെച്ചാൽ ആ വർഷം ലാസ്റ്റ് ആ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 60 രൂപ കിട്ടും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, പിന്നീട് അതിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ പറയുന്നുണ്ട് 20% ആണ് അല്ലെ? സോ 20%നെ പെർസെന്റേജിൽ നിന്ന് ഫിഗറിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പൊ എന്ത് വരും? 20 ഡിവൈഡ് ബൈ 100 വരും. 0.020 അല്ലേ? അതൊക്കെ അല്ലേ? പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യാ? ഇക്വേഷന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മള് കാണാണ് P0 equal to, ഓക്കെ, P0 equal to D1 എത്രയാണ്? 0.30 divided by 1. 1 is always 1. Okay, K 0.20 raised to 1. Okay, plus P1 എത്രയാണ്? 60 അല്ലേ? 60 രൂപയാണ് കിട്ടുക അല്ലെ? വിറ്റ് കഴിഞ്ഞാൽ 1 plus
0.20 raised to 1. And this is the answer of current price of the market. Sorry, share. എങ്ങനെയാണ് വരിക? അപ്പോ 0.30 divided by 1.20 അല്ലേ? അല്ല വരിക? Raised to 1 is always that figure. Okay. 60 divided by 1 plus 0.20. Sorry, 1.20 ആണോ? ഓക്കെ. അപ്പൊ അത് കാണാം എങ്ങനെ വരിക? ഓക്കെ, ആൻസർ എങ്ങനെ വരാം? 0.25 plus 50, then 50.25 is the answer. That means P0 equal to 50.25. അതാണ് എന്ത്? കറന്റ് പ്രൈസ് ഓഫ് ദി ഷെയർ. ഡൗട്ട് ഉണ്ടോ? ഈ ഷെയറിന് ആക്ച്വലി എത്രയേ ഉള്ളൂ? 50 രൂപ 25 പൈസയേ ഉള്ളൂ ഈ ഷെയർ ഇപ്പോ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? സുഖല്ലേ? കാൽക്കുലേഷൻ സിമ്പിൾ അല്ലേ? മനസ്സിലാക്കിയ പോലെ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? കാണല്ലേ ഓർമ്മക്ക്? എന്താ പറയാ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യും. അതാണ് മൾട്ടിപ്പിൾ പീരീഡ് വരുമ്പോ നമുക്ക് ഇത് ഒരു വർഷം മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് റൈസ് 1 എന്നുള്ളത്. പക്ഷെ ഈ ഒന്നും മാറൂല കേട്ടോ, മനസ്സിലാക്കുക. ഈ ഒന്നും മാറൂല. ഏത് മാറും? റൈസ് 1 മാറും. റൈസ് 1 മാത്രമേ മാറുള്ളൂ. ഓക്കെ, അത് അടുത്ത ഇക്വേഷൻ പറയുമ്പോ കാര്യങ്ങൾ പറയാം. സിമ്പിൾ ആണ് കേട്ടോ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റതും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഡൗട്ട് ഉണ്ടോ? അപ്പോ എല്ലാവരും പ്രോബ്ലം ചെയ്തോ? ആൻസർ കിട്ടിയില്ലേ? 50.25 is the answer. Okay. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരാൾ വന്നിട്ട് ചെയ്യും. ഓക്കെ, എഴുതിക്കോ. An investor would like എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. would like to get a dividend of rupees 3.50 from a share and want to sell it next year
next year 4 rupees 421 421 after keeping it for 1 year. Full stop. The required rate of return is 20%. Okay. Full stop. Calculate the present value of this share. Calculate the present value of this share. ഈ ഷെയറിന്റെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ള സെയിം ആസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യന്റെ അതേപോലെ തന്നെയാണ്, ഡൗട്ടൊന്നും വേണ്ട, അതുപോലെ തന്നെയാണ്. അപ്പൊ ഒരാൾ എണീറ്റിട്ട് പറയാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന്. ഓക്കെ, ഫാരിസ് പറയൂ കേട്ടോ, ഫാരിസ് പറയൂ. ഈ പറ ഫാരിസ് പറ ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട്, അപ്പൊ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഓക്കെ, ഇക്വേഷൻ സെയിം ആണ് അല്ലേ? ഇക്വേഷൻ സെയിം അല്ലേ? ഓക്കെ. Okay. An investor would like to get a dividend of rupees 3.50 from a share. Then want to sell it next year for rupees 421. Okay. After keeping it for 1 year. എന്ന് വെച്ചാല് ഒരു ഇൻവെസ്റ്റർ ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ട്. ആ ഷെയറിന് അദ്ദേഹത്തിന് ഒരു വർഷം മീൻസ് ആ ഒരു വർഷം എന്ത് കിട്ടുന്നുണ്ട്? ഡിവിഡൻഡ് ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട്? 3.50 rupees എന്ന് വെച്ചാൽ 3.5 രൂപ എന്ത് കിട്ടുന്നുണ്ട്? ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം അത് ഹോൾഡ് ചെയ്യുന്നത് ഒരു വർഷത്തേക്കാണ്. മീൻസ് ഒരു വർഷം കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എത്ര രൂപക്കാണ് അദ്ദേഹം വിൽക്കുന്നത് ആ ഷെയർ? P1 എത്രയാണ്? 422. ഡൗട്ട് ഉണ്ടോ മക്കളെ? പിന്നെ ഓക്കെ, അതിന് കിട്ടാൻ പോകുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 20% ആണല്ലോ. സോ 20% നമ്മൾ എന്ത് ചെയ്യും? 20 divided by 100 is equal to 0.20. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ജസ്റ്റ് ഇക്വേഷൻ എഴുതാം. P0 equal to D1 3.50 divided by 1 plus K equal to 0.20 raised to 1 plus 421 divided by 1 plus 0.20 raised to 1 equal to okay, answer is 353.75. Okay, so 353.75 ആണ് ആൻസർ ആയിട്ട് വരും. സോ ഇതാണ് കറന്റ് പ്രൈസ് ഓഫ് ദി ഷെയർ.